ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറിന്റെ കമ്മീഷൻ അഡ്വാൻസ് ആയി ഒരു 10 ലക്ഷം രൂപ ഇപ്പൊ തരും. ബാക്കി ഓരോ ഗഡുക്കളായി സാറിന്റെ അക്കൗണ്ടിലേക്ക് വന്നോണ്ടിരിക്കും. ഓ, അത് മതി. സാറിന്റെ അക്കൗണ്ട് നമ്പർ തരും. നിങ്ങളുടെ ഫോൺ നമ്പർ തരും. കമ്പനി നമ്പർ തരാം, അതിലേക്ക് അയച്ചു. ഈ രുക്മിണിയുടെ വാടക വീടും അമ്പിയും തമ്മിൽ എന്താ ബന്ധം? രുക്മിണി അമ്പിയും തമ്മിൽ എന്റെ കൂട്ടുകച്ചവടം വല്ലതും ഉണ്ടോ? അതോ അമ്പിയുടെ ബിനാമിയാണോ രുക്മിണി? അല്ലമ്മേ, എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി. ഈ രാജുവിന്റെ പിറകെ നടക്കുന്ന രമ്യയും അവളുടെ അമ്മ രുക്മിണിയും അമ്പിയയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ 3 പേരും ചേർന്ന് പല ഡ്രാമകളും കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇതോടെ വ്യക്തമായി. പിന്നെ അംബികയുടെ മറ്റൊരു തെറ്റിദ്ധാരണ ഇപ്പൊ മാറ്റിത്തരാം. ആ SP സ്വാധീനിക്കാനൊന്നും രാജു പോയിട്ടില്ല. SP അങ്ങോട്ട് അയച്ചതേ ഞാനാണ്. അംബികയുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്കും ഇവിടെയുള്ളവർക്കും മാത്രമല്ല, ഏത് മണ്ടനും മനസ്സിലാവും. ഞാൻ ഇവിടെ വന്നേ പിന്നെ തീ പിടിച്ച ആത്മാവായിട്ടാ അംബിക നടക്കുന്നേ. കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ പ്രതാപന്റെ കാര്യോർത്ത് അംബിക വെറുതെ BP കൂട്ടണ്ട. പ്രതാപന്റെ പേര് ചീത്തയാവാതിരിക്കാൻ രാജു കൂടെയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെല്ലാരും കൂടെ മുമ്പ് ആലോചിച്ച കാര്യമാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിറകെ പറയാം. ഒരു വാടക വീട്ടിൽ ജീവിക്കേണ്ട ആളൊന്നല്ല രാജുവും അവന്റെ കുടുംബവും. ഞാനിപ്പോഴേ രാജുവിനെയും ഋതുമോളെയും കൂട്ടി ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാമേ? നമ്മുടെ സൂര്യമംഗലം കോവിലകത്തേക്ക്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സമയം തീരെ കുറവാ. മോനെ രാജു, മാഡം, ഇനി ഞാൻ നിന്നെ അടിക്കും. അമ്മമ്മന്ന് വിളിക്കടാ. രാജുവിന് ഈ മേഡം വിളിയിലും സാർ വിളിയിലും ആരോ കൂടോത്രം കൊടുത്തിരിക്കുക. ഇവനവന്റെ ഭാര്യയെ വിളിക്കുന്നവരെ മാഡം. സോറി അമ്മമ്മേ. മോൻ വേഗം പോയി മോളെ കൂട്ടിക്കൊണ്ടുപോവാ. ആ ശരി സർ.
വരും. വലിയ കോൺഫിഡൻസ് അല്ലേ അവർക്ക്? പ്രത്യേകിച്ച് പ്രതാപവർമ്മ സാറിന്റെ രാഷ്ട്രീയ ഗുരുവായ ആ അമ്മയുടെ സപ്പോർട്ടില്ലേ, എല്ലാം ഭംഗിയായിട്ട് നടക്കും. അങ്ങയുടെ മീഡിയേറ്റർ അവിടെ പോയി? നമ്മുടെ സ്റ്റാഫ് സുശീലൻ. അയാളിന്ന് ലീവാ. ഒരുപക്ഷെ അവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുമായിരിക്കും. ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം സിസ്റ്റത്തിൽ ചെയ്ത് കാത്തിരിക്കുക. ഇനി മിനിസ്റ്റർ സൈൻ ചെയ്ത് ഫയല് കിട്ടിയാൽ മാത്രം മതി. അത് റെഡിയാക്കിയെന്നല്ലേ സുശീലൻ വിളിച്ച് പറഞ്ഞത്? ആ, പിന്നെന്തിനാ ടെൻഷൻ? അവര് വരട്ടെ. ഉം. ദേവര് വന്നല്ലോ. നമസ്കാരം സർ. നമസ്കാരം. സാർ ഇരിക്കൂ. ആ മിനിസ്റ്റർ സൈൻ ചെയ്ത എഗ്രിമെന്റ് ഫയല് റെഡിയല്ലേ സർ? എന്താ സംശയം? വെയിറ്റ് ചെയ്യ സാറേ, ഞാൻ ഇതൊക്കെ ഒന്ന് സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്തോട്ടെ. ഓക്കെ. വെരി ഗുഡ്, എല്ലാം ഓക്കെ സർ. നമ്മുടെ പ്ലാൻ സക്സസ് ആയി. യാതൊരു തടസ്സവും ഇല്ലാതെ ലാപ്ടോപ്പ് വിതരണം ഉടനെ തുടങ്ങാം. കമ്പനി അക്കൗണ്ടിലേക്ക് അഡ്വാൻസും ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സാറിന്റെ കമ്മീഷൻ അഡ്വാൻസ് ആയി ഒരു 10 ലക്ഷം രൂപ ഇപ്പൊ തരും. ബാക്കി ഓരോ ഗഡുക്കളായി സാറിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് മതി. സാറിന്റെ അക്കൗണ്ട് നമ്പർ തരും. നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ. കമ്പനി നമ്പർ തരാം, അതിലേക്ക് അയച്ചു. ഈ അഡ്വാൻസ് ആയിട്ട് തരുന്നത് 10 ലക്ഷം ഇനി ക്യാഷ് ആയിട്ട് തരൂ. ക്യാഷ് ആയിട്ട് വേണോ സാറേ? ഓ വേണം. സാർ ഇതിലൊന്ന് സൈൻ ചെയ്ത് തരണം. ദാ ഇവിടെ.